ഹലോ, നമ്മൾ കുറച്ച് ദിവസം ഈ ബാംബു ഹട്ടിൽ താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം നമുക്കിതിൻ്റെ ഒരു ടൂറ് നോക്കാം. എങ്ങനെയാണ് പുറത്തുനിന്ന് എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ഇതെങ്ങനെയാണുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹട്ടാണ് ചൂസ് ചെയ്തത്. ഇതിൽ സീ വ്യൂ ഉണ്ട്, സീ വ്യൂ അല്ലാത്തതുണ്ട് കേട്ടോ. സീ വ്യൂ ഇല്ലാത്തതാണ് നമ്മളിപ്പം കിട്ടിയത്. അപ്പം നമുക്കിതിൻ്റെ ഒരു ടൂർ നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാംബു ഹട്ടിൻ്റെ ഉള്ളിൽ ബാത്റൂമും ബാംബുവിൻ്റെയാണെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ നല്ല ടൈലിട്ടിട്ട് നല്ല ബാത്റൂമാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം ബെഡും ചെയേഴ്സും പിന്നെ ഫർണിച്ചർ അലമാറയും പിന്നെ അവിടുത്തെ ഒരു ടേബിളും എല്ലാം ബാംബുവിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ അലമാരയുടെ ഇൻസൈഡ്. പിന്നെ ഇതാ സൈഡിലൊക്കെ കണ്ടോ ഒരു പായ പോലെയാണ്. പായ ഇങ്ങനെ വിരിച്ചിട്ട് അത് ബാംബു വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ വാളും റൂഫും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ബാംബുവിനെ കൊണ്ടുള്ള ഡെക്കറേറ്റീവ് ലൈറ്റ്സും പിന്നെ നമുക്ക് AC ഉണ്ട്, ഫാനും ഉണ്ട്, TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി TV വർക്കിംഗ് അല്ലായിരുന്നു. ദെൻ ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. പുറത്ത് കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്നാൽ നല്ല സീ വ്യൂ ആണ്. പിന്നെ നമുക്കിതാ അപ്പുറത്തേക്ക് അത്ര അങ്ങോട്ട് നടന്നാൽ നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യാം. ഇതിൻ്റെ കണ്ണാടിയുടെ ഫ്രെയിമും എല്ലാം ബാംബുവിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഗണപതിപ്പുലെ MTTCയിലാണ് ചെയ്ത് ഈ ബാംബു ഹട്ട്സ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. എവിടെയാണ് നമ്മൾ വെക്കേഷന് പോയത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വെക്കേഷൻ എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കുട്ടി വീഡിയോ. ബൈ.